ഹലോ, എന്ത്? അതെ സുറാവി, നമ്മൾ പറഞ്ഞത് നേരാണ്. നിതാക്കത്തുമായിട്ടുള്ള പ്രശ്നം കാരണം സൗദിയിൽ നമ്മളെ പണി പോയി. അല്ലാന്ന് നിതാക്കത്തായിട്ട് നിങ്ങൾ എന്താക്കിയതേനു? നിങ്ങളവനെ തല്ലേ പിടിക്കാൻ ചെയ്താ? എന്തിന്റെ കാര്യം എന്താണ് ഗഫൂർക്കാങ്ങൾക്ക്? സൈത്താനെ, നിതാക്കത്ത് എന്ന് പറഞ്ഞാൽ സൗദി രാജ്യത്തുള്ള ഒരു നിയമമാണ്, അല്ലാണ്ട് എന്റെ അമ്മായിന്റെ മോനല്ല. അത് ശരി, അങ്ങനാണല്ലേ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ എന്റെ ഗഫൂർക്ക? നമ്മൾ ഇന്ന് തന്നെ ഉള്ളതൊക്കെ നുള്ളിപ്പെറുക്കി നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. എന്നാ പിന്നെ നിങ്ങള് വരുമ്പോഴേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറിയിട്ട് 2 പാക്കറ്റ് സോപ്പും പൊടി വാങ്ങിക്കാളുണ്ട്. ഇവിടുത്തെ സോപ്പും പൊടി നമ്മളെ കൈക്ക് പിടിക്കില്ലാന്ന് ചൊറിവായിരുന്നു. അവിടുന്ന് ഓളൊരു സോപ്പ് പൊടി കൈയുള്ള കാശുകൊണ്ട് എങ്ങനെങ്കിലും നാട്ടിലൊരു കച്ചവടം തുടങ്ങാന്ന് വിചാരിക്കുമ്പോഴാണ് ഓളെ ഉമ്മാനൊരു സോപ്പും പൊടി. സൗദിയിൽ നിന്നും മലയാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങുന്നു. അല്ലാന്ന് ഇതെന്താണ് ആകെ ഒരു പെട്ടിയേ ഉള്ളൂ? കുട്ടിയൊക്കൊന്നും വാങ്ങിയില്ലേ? കുട്ടിയൊക്കോ ഒറ്റ ചവിട്ടം കണ്ടല്ലോ. കെട്ടിയോന്റെ പണി പോയാലും പെണ്ണിന്റെ മനസ്സ് പെട്ടിമലാണ്. അല്ലേ ഗഫൂർക്ക, നിങ്ങളിപ്പോ ഇവിടെ വന്നുങ്ങാണ്ട് എന്ത് കച്ചവടാണ് ചെയ്യാൻ പോണേ? നാട്ടിലൊരു കച്ചവടം തുടങ്ങാൻ വേണ്ടി നമ്മള് മരുഭൂമി കഷ്ടപ്പെട്ടുള്ളതല്ല ഉരുക്കൂട്ടി വെച്ചായിനി. എന്നിട്ട് എന്തായിന്ന്? അത് കാക്ക കൊത്തിക്കൊണ്ടായ? കാക്കല്ല പൊന്നെ, എയർ ഇന്ത്യക്കാര് കൊത്തിക്കൊണ്ടുപോയി. സാധാരണത്തെ വിമാനക്കൂലിന്റെ 3 ഇരട്ടിയാണ് അവന്മാര് നമ്മളോട് പിടിച്ചത്. അങ്ങനെ സമ്പാദിച്ചത് മുഴുവനും എയർ ഇന്ത്യക്കാരെ തൊള്ളയെ തിരികിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അല്ലാന്ന് ഇതെന്താണ് വിമാനക്കൂലി ഇങ്ങനെ കൂടാനുള്ള കാരണം? നിങ്ങൾക്ക് ഓരോട് ചോദിച്ചൂടാനോ? ചോദിച്ചപ്പോലും അറിയാണ്, നിങ്ങളൊന്നും ഇനി അടുത്ത കാലത്തൊന്നും സൗദിയിലേക്ക് കാല് കുത്തൂലല്ലോ, അതുകൊണ്ട് കിട്ടുന്നത് മാക്സിമം പോട്ടെ എന്ന് കരുതി ചാർജ് കൂട്ടിയതാണ്. ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ ഗഫൂർക്ക? നമ്മളെ കുടുംബം പട്ടിണിയാകുമല്ലോ. ഈ ബേജാറാവണ്ട, നമ്മള് നാട്ടിൽ നിന്ന് ചെയ്യാൻ മടിക്കുന്ന പണിയാണല്ലോ ഗൾഫിൽ പോയി ഒരു മടിയും കൂടാണ്ട് ചെയ്യണത്. ഇനി ആ പണിയൊക്കെ അന്തസ്സായിട്ട് നാട്ടിൽ തന്നെ ചെയ്ത് ജീവിക്കാന്ന് വിചാരിച്ച്. ഒട്ടകത്തിനെ കറക്കണ ഞമ്മക്കാണ്ടി പശുവിനെ കറക്കാൻ പറ്റാത്ത ഈത്തപ്പന എന്നെ മുകളിൽ കയറുന്ന ഞമ്മക്കെന്താ തെങ്ങിന്റെ മുകളിൽ കയറിയാല്? അപ്പൊ നിങ്ങക്ക് ഇതേനും പണി.